അത്രയും നാളും ഫ്രണ്ട് ബെഞ്ചിൽ മാത്രം ഇരുന്ന ഞാന് 10ാം ക്ലാസ് ആയപ്പം സാർ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച ഇപ്പഴാണ് വരുന്നത്. സാറേ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു. ആ ഫ്രണ്ട് അല്ല ഫുള്ളാ ബാക്കിലങ്ങാണ്ട് വരി. ഇത്രയും നാള് ഫ്രണ്ട് ഇരുന്ന് പഠിപ്പിച്ചാൻ വേണ്ടി നോക്കിയതല്ലയോ, ഇനി കുറച്ചാള് ബാക്കി ഇരുന്ന് അലമ്പ. ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഈ ബോർഡിൽ എഴുതിയേക്കുന്നേ പകർത്തി ഒന്ന് എഴുതിയാട്ടെ. എളുപ്പാട്ടെ. അതെന്തോ എഴുതിയിരിക്കുന്നു രാഗിലെ എവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്? ഈ ബോർഡ് എഴുതി ഒന്ന് വായിച്ചേ. സാറേ അത് എടാ എന്തുവാണ് എനിക്ക് അച്ഛനും മോനും വായിക്കാൻ അറിയത്തില്ലയോ? മൊണ്ണ അവിടെ ഇരി. ഇതായിരുന്നു എഴുതി വെച്ചിരുന്നത്. അതിപ്പം ബാക്കി അത്രയും ദൂരത്തിരുന്ന് കഴിഞ്ഞാൽ ആർക്കും വായിക്കാൻ പറ്റത്തില്ല. മൊണ്ണ സാറ് അവരുടെ വീട്ടിൽ ആരുടെങ്കിലും നമ്പർ കിട്ടിയായിരുന്നെങ്കിൽ അങ്ങോട്ട് കേറാനുള്ള വഴിയായിരുന്നു. നമ്പറിനാന്നോട് അളിയ പാട്. 9526399935. അങ്ങനെ കിട്ടി. സിമ്പിൾ അല്ലേ? ഇതുകൊണ്ട് അവിടെ മോളെ കിടപ്പുണ്ട്. ഈ നമ്പർ എന്ന് വായിച്ചേ. 9526463212. എന്താ കണ്ണാടി വെച്ച പൊട്ടനെ വരെ മനസ്സിലായി. കറക്റ്റാന്നല്ല? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് കാഴ്ച കുറവാണ് പൊട്ടെ. ആശുപത്രി പോകാൻ നോക്കണം പൊട്ട. ആ 4ാം വയസ്സിൽ ആ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു എന്റെ കണ്ണിൽ കുഴപ്പം വരത്തില്ലായിരുന്നു. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ക്ലാസ്സിൽ അപ്പു പറഞ്ഞു. എടാ പോടെ ഇറക്ക. അപ്പൊ ഈ പണ്ടുള്ളവരൊക്കെ ഈ 4ാം വയസ്സ് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഈ കണ്ണാടി വെക്കാതെ നടക്കുന്നേ. നോക്ക്, ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഇഷ്ടമുള്ള നോക്കിയെടുത്തു. എത്ര രൂപ വരും? ഇതിന് 2000 രൂപ വരത്തുള്ളൂ. 2000 രൂപയുള്ള മോനെ മോൻ ഇഷ്ടമുള്ള നോക്കി എടുക്ക്. നല്ലതൊക്കെ കാണും, നോക്കി എടുക്ക കേട്ടോ. അതെ, ലെൻസ് നല്ലത് വേണമല്ലോ. നല്ലതങ്ങ് എടുക്കട്ടെ. അയ്യോ, എനിക്ക് ക്ലാസ്സില് നല്ല മാർക്കൊക്കെ ഉള്ള. അപ്പൊ നല്ല അടിപൊളി സാധനം തന്നെ വെച്ചോ. ഇടയ്ക്കിടയ്ക്ക് മാറാൻ പറ്റത്തില്ലേ? ഓ അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നൊരു കാര്യം, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിലേ ബ്ലൂ കട്ട് ഉള്ളത് എടുക്കാം. അയ്യോ ആണ്, 24 hours കമ്പ്യൂട്ടറാ. പിന്നെ സ്ക്രാച്ച് വീഴാതിരിക്കാൻ ആന്റി ഗ്ലെയർ പ്രൊട്ടക്ഷൻ അതുള്ളത് കൂടെ എടുക്കട്ടെ. ബില്ല് റെഡി ആയിട്ടുണ്ട്. 16,500 രൂപ. കൗണ്ടർ അതാണ്. 16,500 രൂപയോ? പിന്നെ 2000 രൂപ പറഞ്ഞിട്ട്. അതായത് ഫ്രെയിമിന് 2000, ലെൻസിന് 10,000, പിന്നെ നമ്മൾ ഈ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ടൊക്കെ ആഡ് ചെയ്തില്ലയോ, അതിന്റെ എല്ലാം കൂടെ ബാക്കി മൊത്തത്തിൽ 16,500. അമ്മേ, കണ്ണിന്റെ കാര്യമാ, വേറൊന്നിന്റെ അല്ല. അച്ഛൻ അറിഞ്ഞുണ്ടല്ലോ. അച്ഛനെ അറിയിക്കാതിരുന്ന പോരെ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ബില്ല് അവിടെ കൊടുത്താൽ മതി. അപ്പൊ അവര് സാധനം തരും കേട്ടോ. HD ദൃശ്യം മികവ്. ഞാൻ ഇനി എപ്പോഴും ഇത് വെക്കും. അമ്മേ, എന്റെ ഈ കണ്ണാടിയുടെ ബോക്സ് ഉണ്ടായിരുന്നോ? എന്ത് ബോക്സ് ആടാ? അമ്മേ, കണ്ണാടിയുടെ. ആന്തിനാ എനിക്കിപ്പോ കണ്ണാടിയുടെ ബോക്സ്? അമ്മ, ഞാനിപ്പോ കുളിക്കാൻ പോവാ. കണ്ണാടി കിടന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? കണ്ണി നമ്മൾ എപ്പോ ഊരുന്നോ തിരിച്ച് ബോക്സിൽ അതുപോലെ വെക്കണോന്ന് വെക്കാൻ വേണ്ടിയാ. എത്ര ദിവസത്തേക്കാണോ? എന്തെടുക്കാ? കണ്ണാടി ഒന്ന് ക്ലീൻ ചെയ്താണേ. അയ്യോ, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാ. ക്ലാസ്സിൽ ആ കണ്ണാടി വെച്ചോണ്ട് വന്നപ്പോളേ അഖിലിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് പറയണമെന്ന് അന്നേരം വിചാരിച്ച, പക്ഷെ അന്നേരം നടന്നില്ല. ഒരുപാട് പെമ്പിള്ളേർ പറഞ്ഞു. അയ്യോ ആണോ? പിന്നെ കണ്ണാടി വെച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞു? അവരും പറഞ്ഞു. അയ്യേ മണ്ണ ഒട്ടണ്ടി കൂട്ടിരിക്കുന്നതാ. ഇന്നോ അമ്മാവനോ അമ്മാവന് നല്ലതാണെന്നാ പറഞ്ഞല്ലോ. അതെ അതെ അതെ. നീ എന്തിനാ ഈ ബോക്സ് വെച്ചേക്കുന്നേ? അല്ല, ഇടയ്ക്ക് ആവശ്യം വരുവാണെങ്കിലേ എടുത്ത് വെക്കാമല്ലോ. പിന്നെ കണ്ടാ മതി. അല്ല, നീ സ്കൂളിൽ വെച്ചിട്ടേ കണ്ണാടി വെക്കാമായിരുന്നല്ലോ, ഇപ്പൊ എന്താ വെക്കാത്ത? എടാ ഞാൻ കുഞ്ഞുനാൾ മുതൽ വെക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്കൊരു 21 വയസ്സൊക്കെ ആയപ്പോഴേ അത് കട്ടെ. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. എന്താ? എടാ ഇപ്പൊ നിനക്ക് പ്രായമായില്ലോ, ഇനി നിന്റെ പവർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നിനക്ക് ഇനി സ്ഥിരം വെക്കണം. എടാ നീ ബഡ്സുള്ള കണ്ണാടിയെന്ന് വെച്ചേക്കുന്നേ. എടാ കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കറക്കും. നീ ഒരു മണ്ടൻ തന്നെ. അയ്യോ, ഒടിഞ്ഞ്. അയ്യോ, എല്ലാ കണ്ണാടി വെക്കുന്ന ആൾക്കാരെ കൂട്ട് തന്നെ എനിക്കും അവസാനം ആ പ്രശ്നം ഉണ്ടായി. കണ്ണാടി എന്താടാ? അതെ,
എപ്പോഴും വെച്ച് വെച്ചേ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, പറ്റുന്നില്ല. എന്റെ 10,000-2000 രൂപ മേടിച്ചു വെച്ച കണ്ണാടിയാ അത്. ചേ പറ്റുന്നില്ല ചാ, ഈ തലവേദന എടുത്തിട്ടേ തല പൊളക്കുമായിരുന്നു. എന്നാ കണ്ണാടി ഇങ്ങ എനിക്കൊന്നത് കണ്ണ് കാണുന്നില്ല. ഇതാണ് പണ്ട് മോനെ 1 ആയിരുന്നു കണ്ണിന്റെ പവർ, ഇപ്പൊ 3.0യാ. അത് താൻ എന്തിനാ വിളിക്കുന്നേ? ഈ 3.5 എന്ന് പറയുമ്പോ ചുരുക്കി പറഞ്ഞ പഴയതിനെ കാട്ടി നിനക്ക് ബഹുദൂരം കാഴ്ച കുറഞ്ഞു. സാരമില്ല, ഞാൻ എന്റെ കണ്ണിന്റെ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്തോളാം. നിന്റെ പവർ കൺസിസ്റ്റന്റ് അല്ല, അതുകൊണ്ട് നിനക്ക് കണ്ണിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? ഒറ്റ വഴിയുള്ളു, പിന്നെയും കണ്ണാടി മേടിക്കുക. അമ്മേ, കണ്ണിന്റെ കാര്യ അച്ഛൻ വെച്ച് 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 ഇവരെന്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി. കണ്ണാടി അച്ഛോ, ഇതാടാ എന്റെ കണ്ണാടി എന്തേ? എന്റെ കണ്ണാടി അച്ഛൻ എടുത്ത് കാണും. ഞാനൊന്നും നിന്റെ കണ്ണാടി എന്താടാ ഇരിക്കുന്നേ? എന്താ ഇരിക്കുന്നേ? ആ അല്ല നിന്റെ വേറൊരു കണ്ണാടി ഉണ്ടായിരുന്നല്ലോ ആദ്യം മേടിച്ച കണ്ണാടി, അതെന്തേ? അത് അച്ഛനും കൊടുക്കും. അച്ഛൻ ഇപ്പൊ പോയിക്കുന്നുണ്ടോ? അത് പിന്നെ അച്ഛൻ കണ്ണാടിയും വെച്ചോണ്ട് വണ്ടിയിൽ പോയപ്പോ മോണം കുത്തി താഴെ വീണു. ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്നേ. അയ്യോ ഇന്ന് എനിക്ക് സമയമില്ല. എവിടെ പോകുന്നു? ഇന്ന് എനിക്ക് ക്ലിനിക്ക് വരെ ഒന്ന് പോണമായിരുന്നു. ആ എനിക്ക് കണ്ണാടി വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ലെൻസ് വെക്കുന്നത്. എനിക്ക് കണ്ണാടി വെക്കുന്ന ആളുകൾ കണ്ണെടുത്താ കണ്ടുകൂടാ. എനിക്കതുപോലെ അപ്പൊ നാളെ കണ്ടാലോ? പിന്നെന്താ, തന്നെ കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ചായ കുടിക്കുക. ഷുവർ. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അല്ല തപ്പിയതുപോലെ തോന്നി. അതേ ഈച്ചയെ കളഞ്ഞാ. എന്റെ ചെവിയിലൊരു കമ്മലിട്ട് തരുമോ? അതിനെന്താ? എത്ര നോക്കിട്ട് പറഞ്ഞു തരൂ. അയ്യോ ഞാൻ ക്ലിനിക്കിൽ പോയിട്ട് ലെൻസ് വെച്ചില്ലായിരുന്നു. ചേട്ടൻ തന്നെ നോക്കിട്ടൊന്ന് പറയുമോ? 10-4 പൊരുത്തമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ കാഴ്ചക്കുറവിന്റെ പേര് ഞങ്ങൾ രണ്ടുപേർക്കും നല്ല പൊരുത്തമായിരുന്നു. 3.5 3.5. കണ്ണാടി എന്തേ? നിങ്ങളുടെ പെങ്ങളുടെ കൊച്ചു വന്ന് കണ്ണി വെച്ചോണ്ടിരിക്കുന്ന അവിടെ. എടി എനിക്ക് കണ്ണാടി ഇല്ലെങ്കിൽ എന്റെ ഒരു പണി നടക്കത്തില്ല. എനിക്ക് കമ്പ്യൂട്ടർ പണിയാനുള്ളതെന്ന്. നിങ്ങൾ അളിയനുണ്ടല്ലോ, പുള്ളി എടുത്തു കൊടുത്തേ. അവൻ എന്തേ? അവന്റെ 2 കൈ ഞാൻ തല്ലി ഒടിക്കും. ഓടിക്കേണ്ട ആളിയാ, നാട്ടുകാരൻ നേരത്തെ തല്ലി വിട്ടു. ഇനിയിപ്പോ ഞാൻ തൊടുക്കും. പുതിയ കണ്ണാടിക്ക് 3 ദിവസം എടുക്കും. അല്ല അപ്പൊ അതുവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അകത്തെ കാണുമ്പോ റെസ്റ്റ് എടുക്കും. അളിയന് കണ്ണില്ല, എനിക്ക് കൈയില്ല, നമുക്ക് ഒരുമിച്ച് റെസ്റ്റ് എടുക്കാം. പോടാ.